കുട്ടികളെ, ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എല്ലാവരുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സിബിച്ചൻ്റെ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഞാനിത് സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഹിന്ദുക്കൾ മരിച്ചതിന് ശേഷം ചെയ്യുന്ന ബലി കർമ്മം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടറിവാണ് എൻ്റേത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ സിബിച്ചൻ ഇപ്പോൾ ചെയ്യുന്ന അവൻ്റെ ഏറ്റവും അടുത്ത 5 പേർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ജീവനോടിരിക്കുന്ന ഈ പറഞ്ഞ കുട്ടികൾ ഉൾപ്പെടെ അതിലുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഏത് കുട്ടികൾ ആരുടെ കുട്ടികളെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം ഞാനിത് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അവൻ അത്രത്തോളം അവരെ വെറുത്ത് കഴിഞ്ഞു, അത്രത്തോളം അവരോട് വൈരാഗ്യമായി കഴിഞ്ഞു, അത്രത്തോളം ഈ ഒരു വ്യക്തി അനുഭവിച്ചു കഴിഞ്ഞു. അല്ലാതെ ഒന്നും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മരിച്ചവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ഇവൻ ചെയ്യത്തില്ല. പിന്നെ അവനെ സംബന്ധിച്ചും അവൻ്റേതായ ന്യായീകരണങ്ങളുണ്ട്. മറ്റുള്ള രീതിയിൽ പ്രതികരിക്കാൻ ഞാനില്ല സാറാ. പക്ഷേ എനിക്ക് അവരോട് ഇത്രയ്ക്ക് വെറുപ്പാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഇതിൽ നിന്നാണ് എൻ്റെ ഒരു ആവശ്യമെന്നും മറ്റുള്ളവർക്കാണെങ്കിലും ഇവൻ പറയുന്നതൊന്നും പല കാര്യങ്ങളും മനസ്സിലാവാറില്ല. പക്ഷെ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന അത്രയും അനുഭവിക്കാതെ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യില്ല. അത്രയ്ക്ക് അവനവരെ വെറുത്ത് കഴിഞ്ഞു എന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇതിവിടെ ഷെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോയിട്ടുണ്ടാവും. നമ്മളൊരു തേർഡ് പേഴ്സൺ പുറത്തു നിന്ന് അധികം കുറ്റങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണ് അവൻ അനുഭവിച്ചെന്നുള്ളത് അവന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഒരു ബന്ധുവാണോ കൂട്ടുകാരാണോ ഇങ്ങനെ കൂടെ നിൽക്കാമെന്നല്ലാതെ നമുക്ക് കൂടുതലൊന്നും ഇതിൽ സംസാരിക്കാനില്ല. ഒരു മനുഷ്യൻ അത്രയ്ക്ക് അനുഭവിക്കാതെ ഇതൊന്നും ചെയ്യത്തില്ല, അത്രയ്ക്ക് വെറുക്കാതെ ഇതൊന്നും